ബാഹ്യസമ്മർദ്ദങ്ങളില്ലാതെ സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് സംസ്ഥാനത്തുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് സമയത്തും ഭയരഹിതരായ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനുകളിലും കടന്നുചെല്ലാനാകുന്ന സ്ഥിതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാങ്ങാട്ടുപറമ്പിലെ KAP 4-ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പല ബാഹ്യസമ്മർദ്ദങ്ങൾക്കും പോലീസ് വഴങ്ങിയ കാലമുണ്ടായിരുന്നു. നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. നീതിപൂർവ്വം ഉത്തരവാദിത്തം പോലീസുകാർക്ക് ചെയ്യാനാകുന്നുണ്ട്. ആ ഉത്തരവാദിത്തം പുതിയ സേനാംഗങ്ങളും ഭംഗിയായി നിറവേറ്റണം. പൊതുജനങ്ങളോട് സൗമ്യമായി പെരുമാറുമ്പോൾ തന്നെ കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ആരുടെയും അനുവാദത്തിന് കാത്തുനിൽക്കേണ്ടതില്ല. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ മുന്തിയ പരിഗണന നൽകണം. ജനങ്ങളുടെ സുഹൃത്തായി പ്രവർത്തിക്കുമ്പോഴും ക്രിമിനലുകളോട് വിട്ടുവീഴ്ച പാടില്ല. ജനകീയ പോലീസ് നയത്തിലൂന്നിയ പ്രവർത്തനമാണ് സേനയ്ക്കുള്ളത്. ആ പെരുമാറ്റങ്ങളാണ് സേനയിലേക്ക് പുതുതായി വരുന്നവരും പിന്തുടരേണ്ടത്. BTech, MBA, ബിരുദാനന്തര ബിരുദം, B.Ed തുടങ്ങി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് സേനയിലേക്ക് പുതുതായി കടന്നുവരുന്നത്. യോഗ്യതയ്ക്കനുസരിച്ച് ഉയർന്ന നിലവാരമുള്ള പെരുമാറ്റം സേനാംഗങ്ങൾക്കുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരാണ് ഈ ബാച്ചിലുള്ളത്. MTech, MTech, MBA അടക്കമുള്ള ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ള 34 പേര് നിങ്ങളുടെ കൂട്ടത്തിൽ. ബിരുദധാരികൾ 278 പേര്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായ ഉയർന്ന നിലവാരമുള്ള പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ജനകീയ പോലീസിംഗ് എന്ന നയമാണ് നടപ്പാക്കിയത്. ഇക്കാര്യത്തിൽ ആദ്യ ശ്രദ്ധ പെരുമാറ്റത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വലിയ അളവിൽ കേരള പോലീസിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. സൈബർ ശാസ്ത്രീയ അന്വേഷണങ്ങളിൽ രാജ്യത്തെ ഒന്നാമത്തെ സേനയാണ് കേരളത്തിലേത്. പോലീസ് സേനയെ ആധുനീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും വലിയ ശ്രമം നടക്കുന്നു. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് സൈബർ ഫോറൻസിക് മേഖലയിൽ ആധുനിക പരിശീലനം നൽകുക, വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക, സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നിവ സർക്കാർ നടപ്പാക്കുന്നു. ഇതിനനുസരിച്ച് നീതിപൂർവമായി ജോലി ചെയ്യാൻ പോലീസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. KAP 2-4 ബറ്റാലിയനുകളിലെ പരിശീലനം പൂർത്തിയാക്കിയ 479 സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കഴിഞ്ഞത്. ഇപ്പോൾ RTPC 9319 ഹരിമോഹൻ, RTPC 9450 ഹബീബ് KP, RTPC 9362 ഷിഖിൽ MD എന്നിവർ നയിക്കുന്ന കേരള ആംഡ് പോലീസ് 4-ാം ബറ്റാലിയന്റെ കണ്ടിജന്റാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത്. പരിശീലന കാലയളവിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ട്രോഫി മുഖ്യമന്ത്രി വിതരണം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, DGP റവാഡ ആസാദ് ചന്ദ്രശേഖർ, ADGP S ശ്രീജിത്ത്, DIG ആംഡ് പോലീസ് ബറ്റാലിയൻ ഡോക്ടർ അരുൾ RB കൃഷ്ണ, KAP 4-ാം ബറ്റാലിയൻ കമാൻഡന്റ് A ശ്രീനിവാസൻ, KAP 2-ാം ബറ്റാലിയൻ കമാൻഡന്റ് R രാജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.